പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഇന്നത്തെ സംഗീത ദിന ആശംസകൾ നേർന്നുകൊണ്ട് ആരംഭിക്കാം. നമുക്ക് സ്വരം എന്ന പ്രപഞ്ച താളത്തിൽ ഹൃദയങ്ങൾക്കിടയിലെ പാലാഴിയിലേക്ക് നമ്മെ നയിക്കുന്ന സംഗീത സന്ധ്യയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സോൺലൈൻ ഒരുക്കുന്ന പാട്ടിലെ പാലാഴി എന്ന ഗൂഗിൾ മീറ്റ് ഓൺലൈൻ ഗാനസംഗമത്തിൽ നാടൻ മണമുള്ള രാഗങ്ങളും നമ്മുടെ ഹൃദയത്തിൽ കാത്തുവച്ചിരുന്ന നിമിഷങ്ങളും ഇന്നും വീണ്ടും ഉണരട്ടെ. നമ്മുടെ മനസ്സ് തുറക്കാൻ നമുക്ക് ഒരുമിച്ചിരുന്ന് സമയം പങ്കുവെക്കാം. ആദ്യ ഗാനം നമ്മളെ ബാലമുരളി സാറുണ്ട്, സാറിൻ്റെതാവട്ടെ. 1000 മാതളപ്പൂക്കൾ എന്ന ഗാനം അനുപല്ലവി എന്ന ചിത്രത്തിലെ ഗാനമാണിത്. നമുക്ക് ആസ്വദിക്കാം. ബാലമുരളി സാർ. ആയിരം മാതളപ്പൂക്കൾ ആതിരേ നിന്നിരിത്തുമ്പിൽ മന്ദാസത്തെ നൊലിച്ചുണ്ടിൽ മയങ്ങും ചുംബനക്കനികൾ. ആയിരം മാതളപ്പൂക്കൾ ആതിരേ നിന്നിരിത്തുമ്പിൽ മന്ദാസത്തെ നൊലിച്ചുണ്ടിൽ മയങ്ങും ചുംബനക്കനികൾ. വസന്തത്തിൻ തെന്നലിലേറി വിരുന്നെത്തും സുന്ദരി പ്രാവേ, വസന്തത്തിൻ തെന്നലിലേറി വിരുന്നെത്തും സുന്ദരി പ്രാവേ. ആയിരം മാതളപ്പൂക്കൾ ആതിരേ നിന്നിടിത്തുമ്പിൽ മന്ദഹാസത്തെ നൊലിച്ചുണ്ടി മയങ്ങും ചുംബനക്കനികൾ. ദേവതയെ നാണം നിന്നിൽ കൂടുകൂട്ടി, ദാഹവുമായി പ്രായം നെയ്യിൽ വീണമീട്ടി. നീ വളരും നാളുതോറും നിന്നിഴലായി, നീ വളരും നാളുതോറും നിന്നിഴലായി. നിന്നരികെ ഞാനലിഞ്ഞു നീയറിയാതെ. ആയിരം മാതളപ്പൂക്കൾ ആതിരേ നിന്നിരിത്തുമ്പിൽ നാസത്തെ നൊലിച്ചുണ്ടിൽ മയക്കും ചുംബനക്കനികൾ. മാരിവില്ലിൻ പന്തൽ കെട്ടി നീലവാനം, മാനസങ്ങൾ താളം തട്ടീരാഗലോലം. ഈ വലിയ പൂവലിയും നമ്മളൊരുക്കും, ഈ വലിയ പൂവലിയും നമ്മളൊരുക്കും. മണ്ഡപത്തിൽ നിന്മടിയിൽ വീണുറങ്ങും ഞാൻ. ആയിരം മാതളപ്പൂക്കൾ ആതിരേ നിന്നിരിത്തുമ്പിൽ
മന്ദഹാസത്തേനൊലിക്കുണ്ടിൽ മയങ്ങും ചുംബനക്കനികൾ. താങ്ക് യു. ബാലമുരളി സൂപ്പർ ആയിട്ടുണ്ട്, നല്ലോണം പാടി. താങ്ക് യു. നന്നായി പാടി. പക്ഷെ അതിലൊരു ടെക്നിക്കൽ ഡിഫക്റ്റ് ആണ് കേട്ടോ, അത് ടെക്നിക്കൽ പ്രോബ്ലം ആണ്. അതായത് സാർക്ക് കേൾക്കാം മ്യൂസിക്, ഞങ്ങൾക്ക് കേൾക്കുന്നില്ല. അതിനിടയ്ക്കുള്ള മ്യൂസിക് അത് ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല. എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് എന്താ പറയാ, ഞാനിത് സംഗതികളെല്ലാം ഒരുക്കിയിട്ട് എനിക്ക് കണക്ട് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല, അതുകൊണ്ട് പറ്റിയതാ. അല്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പാട്ടൊക്കെ ഗംഭീരായി. ഞാൻ പറഞ്ഞതെന്തറിയോ, പിന്നെ അടുത്ത ആൾക്കാരെ ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാണ്, അവർക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ്. ഞാൻ എല്ലാ സാധനവും റെഡിയാക്കിയൊക്കെ വെച്ചത്, പക്ഷെ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ശരിയായില്ല. ഓരോ പരിപാടി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് കറക്റ്റ് ചെയ്ത് വരാൻ അതിന് വേണ്ടിട്ട് ഇപ്പോഴും പാട്ടിന്റെ കൂടെയുള്ള മ്യൂസിക് ഉണ്ടായിരുന്നു, പക്ഷെ ബിജിയും അത് കേൾക്കാനില്ലായിരുന്നു. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അത് സിറ്റി ചെയ്തതിന്റെ. ഓക്കെ, കുഴപ്പമില്ല, നന്നായി പാടി. പക്ഷെ ബാലമുരളി സാർ നന്നായി ആസ്വദിച്ച് പാട് ചെയ്തു, ഞങ്ങൾക്ക് അത് മനസ്സിലായി, അത് നന്നായിട്ടുണ്ട്. അടുത്തൊരു പാട്ടിനായിട്ട് നമുക്ക് അളകാ ഷിബുവിനെ വിളിക്കാം. അളകാ ഷിബു വയനാട്ടുകാരിയാണ്, ചെറിയ ഗായികയാണ്, കൊച്ചു ഗായികയാണ്. ചന്ദ്രരശ്മിതൻ ചന്ദന എന്ന് തുടങ്ങുന്നതാണ്. അളക ഓൺലൈനിൽ ഇല്ലേ, കയറാൻ കഴിഞ്ഞോ? ഓക്കെ ഓക്കെ. മോളെ പാടിക്കോ. ചന്ദ്രരശ്മിതൻ ചന്ദന നദിയിൽ സുന്ദരിയാമൊരു മാൻപേട. ചന്ദ്രരശ്മിതൻ ചന്ദന നദിയിൽ സുന്ദരിയാമൊരു മാൻപേട. പാടിയാടി നീരാടി പവിഴത്തിരകളിൽ ചാഞ്ചാടി. ചന്ദ്രരശ്മിതൻ ചന്ദന നദിയിൽ സുന്ദരിയാമൊരു മാൻപേട. പള്ളിനിരാട്ടിനു വന്നൊരു മാനിനെ പട്ടമഹിഷിയായി വാഴിച്ചു. തിങ്കൾ പട്ടമഹിഷിയായി വാഴിച്ചു. അവളുടെ രൂപം മാറിലമർന്നു. ആദ്യത്തെ മധുവിധു രാവുണർന്നു. അവളുടെ രൂപം മാറിലമർന്നു. ആദ്യത്തെ മധുവിധു രാവുണർന്നു. രാവുണർന്നു. ചന്ദ്രരശ്മിതൻ ചന്ദന നദിയിൽ സുന്ദരിയാമൊരു മാൻപേട. എന്നെയൊരത്ഭുത സൗന്ദര്യമാക്കിനി നിൻവിരിമാറിൽ ചാർത്തുമ്പോൾ രാഗരഞ്ജിനിയായി ഞാൻ മാറുമ്പോൾ പ്രണയ പൗർണമി പൂത്തുലയുന്നു. പ്രേമാർദ്രമാധവം വിടരുന്നു. പ്രണയ പൗർണമി പൂത്തുലയുന്നു. പ്രേമാർദ്രമാധവം വിടരുന്നു. വിടരുന്നു. ചന്ദ്രരശ്മിതൻ ചന്ദന നദിയിൽ സുന്ദരിയാമൊരു
നല്ലോണം പാടി. വെരി ഗുഡ്. താങ്ക് യു മോളെ. അടുത്ത ഗാനം നമ്മുടെ പി ഡി സഹോദരന്മാരിലെ ഒരാളാണ്. പി ഡി ഓക്കെ. ഒരു ഭക്തിഗാനമാണ്. നമ്മളെ കിഴക്കുടരും പക്ഷി എന്ന സിനിമയിലെ സൗവർണികാമൃത വീജികൾ. സാറേ ഓക്കെ അല്ലേ? ഓക്കെ, കേൾക്കണോ? കേൾക്കാം കേൾക്കാം, പാടിക്കോളൂ. സഹസ്രനാമങ്ങൾ ജഗദംബികേ സൗകര്യമൃതബീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ, പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാതാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ. കരിമഷി പടരുമീ കൽവിളക്കി കനകാംബുരമായി വിരിയണം. ആകാശമിരുളുന്നൊരപരാഹ്നമായി ആരണ്യകങ്ങളിൽ കാലിടറി. ആകാശമിരുളുന്നൊരപരാഹ്നമായി ആരണ്യകങ്ങളിൽ കാലിടറി. കൈവല്യനായികെ സർവാർത്ഥ സാധികെ അമ്മേ സൗപർണികാമൃതവീജികൾ പാടും സഹസ്രനാമങ്ങൾ, പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാതാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ. സ്വരതലം പൊഴിയുമീ താരസ്വരമായി ഉണരേ താരാപദം ഗാനങ്ങൾ ചിറകറ്റ സലഭങ്ങളായി ഗഹനം മഹാമൗനഗീതമായി. ഗാനങ്ങൾ ചിറകറ്റ സലഭങ്ങളായി ഗഹനം മഹാമൗനഗീതമായി. കാര്യവിനോദി ദേവി ഭുവനേശ്വരി സൗപർണികാമൃതവീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ, പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാതാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ ജഗദംബികേ.
ഹരി സാർ നന്നായി പാടി. Thank ഇനി അനിൽ സാറെ വിളിക്കാം നമുക്ക്. PD അനിൽ സാറെ. കേറിയിട്ടുണ്ടോ ഇത്? നോക്കട്ടെ നേരത്തെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ പുള്ളി യാത്രയിലാണ്, എത്തി കാണുമെന്ന് തോന്നുന്നില്ല. ആ ആ ആ അത് ഞാൻ ആരെങ്കിലും ഒരു തൊപ്പിയൊക്കെ വെച്ച് കൈകൊണ്ട് അടിക്കണ്ടേ, ഒന്ന് അൺമ്യൂട്ട് ചെയ്താൽ മതി. കേറിയിട്ടുണ്ട്. കേറിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഞാനുണ്ട് ഇവിടെ. ആ, ഉണ്ട്, ഉണ്ട്. ലിങ്ക് മാറിപ്പോയി, നേരത്തെ വേറെ ലിങ്ക് ആയിപ്പോയി. ആ അതങ്ങനെ ചെറിയ പ്രോബ്ലം വന്നു. അങ്ങനെ കുറെ പേര് കയറാതെ അങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്നുണ്ട്. എന്നെ വിളിച്ചോണ്ടിരിക്കും. ആ അങ്ങനെ ഞാൻ അതിൽ 8 മണി തൊട്ട് ഇരിക്കുക, വെയിറ്റ് ചെയ്യാതിരിക്കുക അതിൽ 8 മണി തൊട്ട്. നമ്മൾ ആദ്യത്തെ പാട്ട് 1000 മാതളപ്പൂക്കളായിരുന്നു. ആ കേട്ടില്ല, കേൾക്കാൻ പറ്റിയില്ല. സാറ് പാടുന്നത് മാതളത്തേരുണ്ണ അല്ലേ? രണ്ടിലും മാതളം മാതള തേരുണ്ണ പഴയ ഒരു പാട്ടാണ്. ആ ആ രണ്ട് പാട്ടിലും മാതളം ഉണ്ട്. അതാ ഞാൻ പറഞ്ഞു. പാടിക്കോളൂ. എത്ര പാട്ട് കഴിഞ്ഞായിരുന്നു? ഇല്ല, 2-3 പാട്ട് കഴിഞ്ഞേ ഉള്ളൂ. അടുത്ത പാടിയാ പാടാം. അടുത്ത സ്റ്റെപ്പിന് പാടാം. അടുത്ത സ്റ്റെപ്പിന് പാടാം. അതെയോ? അറേഞ്ച് ചെയ്യാനുണ്ടോ? മേഘന പാടുക. അങ്ങനെയാണെങ്കിൽ മേഘന ഒരു പാട്ട് പാടാം. വൈശാലി എന്ന ചിത്രത്തിലെ ഇന്ദുപുഷ്പം എന്ന് തുടങ്ങുന്ന ഗാനം. ഇല്ല സുനി, ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി, വെരി ഗുഡ്, വെരി ഗുഡ്. ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി, ചന്ദന പൂമ്പുടവ ചാർത്തിയ രാത്രി, കണ്ടവാണ ദൂതിയായി നിന്നരികിലെത്തി, ചഞ്ചലേ നിന്ദി പഞ്ചിക ഉണർത്തി, ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി. നീലത്തിൽ അനംഗ തിരുമന്ത്രങ്ങൾ കുറിച്ചു കുന്നൂലിൽ കോർത്തിയറയിൽ അണിയിക്കട്ടെ. നീലത്തിൽ അനംഗ തിരുമന്ത്രങ്ങൾ കുറിച്ചു കുന്നൂലിൽ കോർത്തിയറയിൽ അണിയിക്കട്ടെ. മാമുനി മാൻകിടാവായി മാറ്റും മന്ത്രം, പനി പമരി പനി പമ പനി സനി പമ പനി സനി രി സനി സാ. മാമുനി മാൻകിടാവായി മാറ്റും മന്ത്രം, താമര കൺമുനകളാൽ പകർത്തി വച്ചു, ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി.
തപസ്വിക്കും പ്രാണങ്ങളിലാകെ കുളിയേകുന്നോരഗ്നിയായി നീ പടരൂ. പൂനിലാവിൻ കിരണമല്ല. പൂനിലാവിൻ കിരണമല്ല. ഇന്ദുമേഘങ്ങൾ മനം കണ്ടി പ്രിയവാണം. ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി. ചന്ദന പൂമ്പുടവ ചാർത്തിയ രാത്രി. ബാണ ദൂതിയായി നിന്നരികിലെത്തി. ചഞ്ചലേ നിന്റെ പഞ്ചീക തൊട്ടുണർത്തി. ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി. സുനിൽബാബുവിന്റെ മകളാണോ? സുനിൽ ബാബുവിന്റെ ഏട്ടന്റെ മകളാണത്. താങ്ക് യു. പാടി. പേരെന്താണ്? മേഘേ? മേഘന. മേഘന. അപ്പൊ ഇപ്പൊ പാടുമ്പോ നല്ലോണം പാടി. ഇപ്പൊ പാടിയപ്പോ കേൾക്കാമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അല്ല, നന്നായി പാടി. ആ നെറ്റിന്റെ പ്രശ്നമാണത് സാറേ, നെറ്റിന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് അത് ഇങ്ങനെ കിട്ടാത്തത്. ഒരു 5 മിനിറ്റിൽ കൂടുതലൊക്കെ കട്ടായി പോവാണെങ്കിൽ അടുത്ത ആള് കൈകാര്യം ജിതേന്ദ്ര സാർ, രാജ സാറ് എത്തിയിട്ടുണ്ട്. ആരെങ്കിലും ഒന്ന് കൈകാര്യം ചെയ്തോളണേ. അങ്ങനെയല്ല, അടുത്ത ആൾ കയറി പാടിക്കൊള്ളണം. ഒരു 5 മിനിറ്റ് ഒക്കെ കട്ടായി പോവാണെങ്കിൽ ചിലപ്പോ ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടേ, അതുകൊണ്ടാണ്. കുഴപ്പമില്ല, നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. PD അനിൽ സാർ ഓക്കെ അല്ലേ? പാടാൻ റെഡി അല്ലേ? അനിൽ സാർ റെഡിയാണ്. അനുപല്ലവി എന്ന സിനിമയിലെ മാതള തേനുണ്ട്. അനുപല്ലവി എന്ന സിനിമയല്ല, ഉയരിഞ്ഞ നാടക എന്ന 1985 ഫിലിമിലെ ഒരു ഗാനമാണ്. പഴയ, പക്ഷെ ഈ പാട്ട് ഉയരിഞ്ഞ നാടക ഈ പാട്ട് ഇത് പിന്നെ അത് കേട്ടിട്ടുള്ള പാട്ടല്ല, പഴയ പാട്ടാണ്. അതാണ്. ഇത് വേറെയാണ്. ഇത് ഉയരിഞ്ഞ നാടക മോഹൻലാലിന്റെ ഒരു പടമാണ് 1985. വളരെ ഫേമസ് ഒന്നുമായ പടവും പാട്ടൊന്നും അല്ല, ആരും കേട്ടിട്ടൊന്നുമില്ല. പാടാം. ഓക്കെ. അപ്പൊ ഈ സംഗീത നിശയിൽ എന്നെയും ഇതിൽ ഉൾപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ദേശീയ സംഗീത ദിനത്തോടനുബന്ധിച്ച് ഈ പാടിയവർക്കും പാടാൻ പോകുന്നവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഈ ഗാനത്തിലേക്ക് കടക്കുന്നു. മാതളത്തേനുണ്ണാൻ പാറിപ്പറന്നു വന്ന മാണിക്യക്കുയിലാളേ, നീ എവിടെ, നിന്റെ കൂടെവിടെ, നീ പാടും പൂമരമെവിടെ, മാതളത്തേനുണ്ണാൻ പാറിപ്പറന്നു വന്ന മാണിക്യക്കുയിലാളേ, നീ എവിടെ, നിന്റെ കൂടെവിടെ, നീ പാടും പൂമരമെവിടെ, കുന്നിമണിമാലയിട്ട് നിൽക്കുമ്പം നിന്നഴക് പൊന്നിനില്ല പൂവിനില്ല, കുന്നിമണിമാലയിട്ട് നിൽക്കുമ്പം നിന്നഴക് പൊന്നിനില്ല പൂവിനില്ല, പുന്നാരമോതും നിൻ മൊഴി മധുരം എൻ മുളം കുഴലിന് തേനിനില്ല,
മാതളത്തേനുണ്ണാൻ പാറിപ്പറന്നു വന്ന മാണിക്യക്കുയിലാളേ, നീ എവിടെ നിന്റെ കൂ നിലവിളക്ക് മുമ്പിൽ വച്ച നിറ പറയും നിൻ കണക്ക്, പന്തലിലിരുത്തിയാൽ നിലവിളക്ക് മുമ്പിൽ വച്ച നിറ പറയും നിൻ കണക്ക്, 5 തളിർ വെറ്റിലയും കാണപ്പണം കല്യാണമുറപ്പിക്കാൻ കൊണ്ടുവന്നേ, മാതളത്തേനുണ്ണാൻ പാറിപ്പറന്നു വന്ന മാണിക്യക്കുയിലാളേ, നീ എവിടെ നിന്റെ കൂടെവിടെ, നീ പാടും പൂമരമേവിടെ, മാതളത്തേനുണ്ണാൻ പാറിപ്പറന്നു വന്ന മാണിക്യക്കുയിലാളേ, നീ എവിടെ നിന്റെ കൂടെവിടെ, നീ പാടും പൂമരമേവിടെ, നീ പാടും പൂമരമേവിടെ, നീ പാടും പൂമരമേവിടെ. താങ്ക് യു സർ, നന്നായി പാടി. നന്നായി പാടി സാറേ. നല്ലൊരു പാട്ട്, നല്ല മനോഹരമായിട്ട് പാടി. അടുത്തൊരു ഗാനത്തിനായി നമ്മൾ ടി എ ജയൻ സാറിനെ ക്ഷണിക്കുകയാണ്. ടി എ ജയൻ വയനാട് ജില്ലയിലെ പുൽപ്പള്ളിക്കാരനാണ്. ജയേട്ടാ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. ആ പാടുമല്ലേ? ജയേട്ടാ കേൾക്കാമോ? ഒന്ന് വീഡിയോയിൽ വരൂ. ഇവിടെ നെറ്റ്വർക്കിന് കുറച്ച് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ്. അടുത്ത ആള് ചേട്ടൻ നേരത്തെ നെറ്റ്വർക്ക് ഓക്കെ ആയിരുന്നല്ലോ ചേട്ടാ. ഒരു കാര്യം ചെയ്യാം, അടുത്ത വിളിക്കാം. അടുത്ത റെഡി ചെയ്തോ. ബിജു മുരളി ഓൺലൈനിലുണ്ട്, ബിജുവിനെ വിളിക്കാം. ബിജു, ഓക്കെ, താങ്ക് യു. നമുക്ക് പാടിയല്ലോ. താങ്ക് യു സുനിൽ. ഒരു പാട്ട് പാടാം. ഞാന് ഇപ്പം വീട്ടിലല്ല ഉള്ളത്, പുറത്താണ്. അപ്പൊ ഞാൻ മ്യൂസിക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു 5-8 വരി പാടാം. ഓക്കെ, മതി. ദേവീക്ഷേത്ര നടയിൽ എന്നുള്ള പാട്ടാണ് പാടുന്നത്. ദേവീ ക്ഷേത്ര നടയിൽ ദീപാരാധന വേളയിൽ, ദേവീ ക്ഷേത്ര നടയിൽ ദീപാരാധന വേളയിൽ, ദീപസ്തംഭം തെളിയിച്ചു നിൽക്കും ദേവികേ നീയൊരു കവിത, പ്രശംസ എഴുതിയ കവിത, ദേവീ ക്ഷേത്ര നടയിൽ ദീപാരാധന വേളയിൽ, ആലിലത്തട്ടിൽ 1000 പൂമായി ആരാധനയ്ക്കായി
വന്നവളേ അതിലൊരു തുളസി നിന്റെ മുടിയിൽ അറിയാതെ ഞാനൊന്നണിക്കട്ടെ ദേവീ ക്ഷേത്രനടയിൽ ദീപാരാധന വേളയിൽ ദീപസ്തംഭം തെളിയിച്ചു നിൽക്കും ദേവികേ നീയൊരു കവിത എഴുതിയ കവിത. താങ്ക് യു. ബിജുട്ടാ സൂപ്പറായി ബിജുട്ടാ. താങ്ക് യു, താങ്ക് യു. സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു. ബിജുട്ടൻ അവിടെ വീട്ടിലല്ലേ? വീട്ടിലല്ല ഉള്ളത്, ഞാൻ പുറത്താണ്. ഓക്കെ ഓക്കെ ഓക്കെ. സുനി എവിടെ? ഔട്ടായോ? അടുത്ത പാടാനുള്ള ആരെങ്കിലും വിളിക്കൂ. സുനി ലൈൻ കട്ടായും തോന്നുട്ടോ. അതെ 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 അതെ. ചാപ്പി സുൽത്താറുണ്ട്. ഇപ്പൊ കേറി. ഓക്കെ. ഹലോ. ഇപ്പൊ കേൾക്കുന്നുണ്ട്. സുനി കിട്ടുന്നല്ലോ. അമ്മ ആ ഓക്കെ ഓക്കെ കേൾക്കുന്നില്ലേ? റെഡി റെഡി റെഡി. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അടുത്ത വിളിച്ചോ, എന്നാ ജേട്ടനെ വിളിച്ചോ വന്നാല്. ജേട്ടൻ റെഡി ആയിരിക്കും. ചേട്ടൻ വന്നോളൂ. ചേട്ടാ ചേട്ടൻ റെഡിയാണോ? നെറ്റ്വർക്ക് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു അല്ലേ? പുള്ളി പാടുന്നുണ്ട് തോന്നുന്നു, പക്ഷെ കിട്ടുന്നില്ല. എന്നെ കേൾക്കാം. ഹലോ, കേൾക്കാമോ? ഓക്കെ ചേട്ടൻ ഓക്കെ. പാടിക്കോളൂ. സുനിലും റേഞ്ചിലില്ല ശരിക്കും. കേൾക്കുന്നുണ്ട്. പാടിക്കോളൂ. വോയിസ് വരുന്നില്ലല്ലോ. വോയിസ് വരുന്നില്ല. ജയൻ എന്നെ കേൾക്കാമോ? മ്യൂട്ടാണോ? ജേട്ടനവിടെ തകർത്ത് പാടുന്നുണ്ട്, പക്ഷെ വോയിസ് കേൾക്കുന്നില്ലല്ലോ. അതെ അതെ, പുള്ളി ആത്മാർത്ഥമായി തന്നെ പാടുന്നത് കേൾക്കുന്നില്ല. അവിടെ നിന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ജേട്ടന്റെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ. അൺമ്യൂട്ട് ആണല്ലോ ജേട്ടാ. ജേട്ടന് വിളിച്ചു പറയേണ്ടി വരും. മ്യൂട്ടായി. മ്യൂട്ടായി. ഓക്കെ. രക്ഷയില്ല, നെറ്റ്വർക്കിന്റെ പ്രശ്നം ഉണ്ടാവും. അതായിരിക്കും. പുള്ളിക്കാരൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് വരുന്നില്ല, പുറത്തേക്കില്ല. പറയാണോ പാടുകയാണോന്ന് അറിയില്ല, അതാണ്. നമ്മുടെ നെറ്റ്വർക്ക് സപ്പോർട്ട് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കുമോ ജേട്ടന്റെ? ജേട്ടൻ അൺമ്യൂട്ട് ആണ്, ഓൾറെഡി അൺമ്യൂട്ട് ആണ്. അരുൺകുമാർ സാർ ഒന്ന് ഇൻഫോം ചെയ്യാൻ
മാർഗമുണ്ടോ? അതാണ് ഞാൻ നോക്കുന്നത്. ഞാൻ ഇൻഫോം ചെയ്യുമ്പോൾ എന്റെ നെറ്റ് കട്ടായി പോകും. ഒരു ഞാൻ കാര്യം ചെയ്യാം. ഞാൻ വിളിക്കാം. ജയാന്ന് വിളിക്കോ? അല്ല സാറേ ഞാൻ വിളിക്കാം. രഞ്ജി മാഡത്തിനെ വിളിച്ചാലും മതി. പറഞ്ഞാൽ നമ്മളെ നെറ്റ്വർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ട്. അവന്റെ അല്ല ജയേട്ടനെ വിളിക്കാം. ജയേട്ടനെ വിളിച്ചു പറ. അങ്ങനെയാണെങ്കിൽ വേറെ ആൾ പാടുവോ? ഫെയർ ആയിട്ട് വന്നിട്ടില്ല. റെഡി ആയിട്ടുള്ള ആരാണ്? ഷമീർ ബാബു ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ കട്ടായി പോയി. ഇവിടെ നെറ്റ്വർക്ക് എന്തോ പ്രശ്നമുണ്ടേ. ആണോ? എന്താ മോള് പാടാൻ റെഡിയായിട്ടിരിക്കാൻ തോന്നുന്നില്ല. ഞാനൊന്ന് ലെഫ്റ്റ് ആവും കേട്ടോ. സോറി. ഓക്കെ, ഞാനൊന്ന് ലെഫ്റ്റ് ആവും എന്ന് പറയാം. ബിജു കുഴപ്പമില്ല ബിജു സാറിന്. വേറെ മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, വീട്ടിലെത്തിയില്ല. സാറില്ല. താങ്ക് യു ബിജു. ഓക്കെ. ആ മോള് പാടാൻ റെഡി ആയിട്ടിരിക്കുവാന്ന് തോന്നുന്നല്ലോ. ഷിജിത്ത് പറയുന്ന മോള് പാടാൻ റെഡിയായിരിക്കുമല്ലോ. മോളുടെ പേരെന്താ പറഞ്ഞേ? ശരി. മോള് പാടിക്കോട്ടോ. അടുത്ത ജയേട്ടൻ പാടാം. ജയേട്ടൻ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നേ. ജയേട്ടൻ പാടുന്നൊന്നും കേൾക്കുന്നില്ല. എന്താ മോളെ പേര്? കരുണ. ഓക്കെ. കരുണ പാടിക്കോളൂ. ജയചന്ദ്രന്റെ ഒന്നിന് ശ്രുതി താഴ്ത്തി എന്ന പാട്ടാണ്. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൊങ്കുയിലെ അല്ലേ? പാടിക്കോളൂ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലേക്ക് നാവുകൾ കെടുത്തരുതേ, കണ്ണിലേക്ക് നാവുകൾ കെടുത്തരുതേ. ഉച്ചത്തിൽ മിടിക്കുല്ലേ നീ എന്റെ ഹൃദന്തമേ, സ്വച്ഛ ശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. ഉച്ചത്തിൽ മിടിക്കുല്ലേ നീ എന്റെ ഹൃദന്തമേ, സ്വച്ഛ ശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. എത്രയോ ദൂരമെന്നോടൊപ്പം നടന്ന പദപത്മങ്ങൾ താരമായി ഇളവേൽക്കുമ്പോൾ, താരാട്ടിനനുയാത്ര നിദ്ര തൻ പടിവരെ താമര മലർമിഴി അടയും വരെ, താരാട്ടിനനുയാത്ര നിദ്ര തൻ പടിവരെ താമര മലർമിഴി അടയും വരെ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. രാവും പകലും ഇണചേരുന്ന സന്ധ്യയുടെ സൗവർണ നിറമൂലും ഈ മുഖം നോക്കി, രാവും പകലും ഇണചേരുന്ന സന്ധ്യയുടെ സൗവർണ നിറമൂലും ഈ മുഖം നോക്കി. കാലത്തിൻ കണികയാമേ ഒരു ജന്മത്തിന്റെ ജാലകത്തിലൂടെ പരതയെ നോക്കി ഞാനിരിക്കുമ്പോൾ കേവലാനന്ദ സമുദ്രമൻ പ്രാണനിലല തല്ലി ആർത്തിടുന്നു. ഞാനിരിക്കുമ്പോൾ കേവലാനന്ദ
സമുദ്രമേൽ പ്രാണനിലല തല്ലേ ആർത്തിടുന്നു. ഒന്നിനി ശ്രുതി താട്ടി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നീലാവേ, ഈ കണ്ണിലേക്ക് നാവുകൾ കെടുത്തരുതേ, കണ്ണിലേക്ക് നാവുകൾ കെടുത്തരുതേ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഗംഭീരം. കിരണോട് നന്നായി പാടി, നല്ല കയ്യടി കൊടുക്കുക. താങ്ക് യു. നന്നായി പാടി. ചെറിയ അടുത്ത ആള് പാടിയല്ലോ. നമുക്ക് ജേട്ടനിലേക്ക് പോയാലോ? ജേട്ടാ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. എന്നെ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. ഇപ്പോഴാണ് കേൾക്കുന്നത്. ആണോ? നേരത്തെ പാടുന്നൊന്നും കേൾക്കില്ല, അതാ പറ്റിയത്. നേരത്തെ പാടുന്നൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇല്ല. ഇപ്പൊ ഓക്കെ, ശബ്ദം കേൾക്കാം. എല്ലാരും കേൾക്കുന്നുണ്ടോ? ഓ, എല്ലാരും കേൾക്കുന്നുണ്ട്. ഏതാ പാട്ട് പാടുന്നത്? ഓക്കെ, ഡൺ. ആണോ? ഞാന് പിന്നെ ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങോട്ടം എന്ന ചിത്രത്തില് മെല്ലെ 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 മുഖപടം. ശരി. ഒരു മിനിറ്റ്. ഓ, ഒത്തിരി മെല്ലെ കണ്ടോ? ഞാൻ പാട്ടൊന്ന് എടുത്തോട്ടെ. ഒരു മിനിറ്റ്. അരുൺ ഡോക്ടർ ജോയിൻ ചെയ്തിട്ടുണ്ടോ നമ്മളോട്? ഡോക്ടർ അരുൺ. മുഖപടം ചെയ്തുണർത്തി ഒരു നിലാവിന്റെ കുളിരുപോയി നെറുകയിൽ അരുമയായി തുടങ്ങിയാരും മെല്ലെ മെല്ലെ മുഖപടം ചെല്ലൊടുത്തി
ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലോടൊഴുകി വന്നു. ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലോടൊഴുകി വന്നു. ആയിരപ്പെൺകിടാവേലിൻ പാൽക്കുടം തുളുമ്പിയതായിരം തുമ്പപ്പൂവായി വിരിഞ്ഞു. ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി ഒരു മിന്നും നിന്റെ നുറുങ്ങു വെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു. ഒരു മിന്നും നിന്റെ നുറുങ്ങു വെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു. ആരാരോ മറിയാത്തൊരാത്മാവിൻ തുടിപ്പൂ പോലാലോലം ആനന്ദമാർന്നു. ആലോലം ആനന്ദമാർന്നു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിന്റെ കുളിരുപോരി നെയ്യുകയിൽ അരുമയായി കുടഞ്ഞാരോ. ആരെങ്കിലും കേട്ടാവോ? കേട്ടു കേട്ടു. താങ്ക് യു. കേട്ട് ഉഗ്രായി സാറേ, സൂപ്പറായി. ഇനി ഞാൻ അടുത്ത് പാടാനുള്ളത് കുറെ പേര് ഹലോ അനീഷ് സാറ് പാടാറുണ്ടാ? പാടിയായിരുന്നോ? പാടത്താ? അതെ, പാടിയായിരുന്നോ? പാടണം. പാടിയില്ല. പാടിക്കോട്ടാ? അനീഷേട്ടാ പാടിക്കോ. ഓക്കെ ഓക്കെ. സുനിൽബാബു സാറേ, അനീഷ് വേങ്ങോട്. അനീഷ് വേങ്ങോട് അല്ലേ? ഞാൻ കണ്ടു, നേരത്തെ ഇങ്ങനെ വിളിച്ചിരിക്കുന്നുണ്ട്, പാടുന്നില്ല, മുന്നോട്ട് വരുന്നില്ല. പറയാഞ്ഞോണ്ടാണ് ഞാൻ. ആണല്ലേ? ഇല്ല ഇല്ല, അങ്ങനെയല്ല, എല്ലാരും പാടണ കേക്കട്ടെന്ന് വിചാരിച്ചു. അല്ല, മറ്റൊരിങ്ങനെ ലിസ്റ്റ് അയച്ചിരുന്നേ, അത് നോക്കിട്ട് അങ്ങനെ പേര് പറഞ്ഞത്. എനിക്ക് പരിചയമില്ലല്ലോ, അതുകൊണ്ടാണ്. അതെ അതെ അതെ, തിരുവനന്തപുരമാണ്. ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തോ അനീഷ് സാറേ. ഞാന് ആള് കയറി വരും. ഞാന് ട്രിവാൻഡ്രത്താണ്, തോന്നയ്ക്കൽ. എന്റെ പേര് അനീഷ്. ഞാനിവിടെ ഒരു ചെറിയൊരു സ്റ്റുഡിയോ ആണ് നടത്തുന്നത്. ഗ്രാഫിക് ഡിസൈനിങ്, എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, എല്ലാ പരിപാടിയും ഉണ്ട്. റെക്കോർഡിംഗ്, എക്സ്പെഷ്യലി റെക്കോർഡിംഗ്. കാണാമല്ലോ, പാടിക്കോട്ടെ? ഓക്കെ, കാണാം, പാടിക്കോളൂ. ചമ്പക പുഷ്പസുവാസിതയാമം
ചന്ദ്രികയുണരും യാമം ചമ്പകപുഷ്പസുവാസിതയാമം ചന്ദ്രികയുണരും യാമം ചലിത ചാമരഭംഗി വിടർത്തി ലളിത കുഞ്ചകുടീരം ലളിത കുഞ്ചകുടീരം ചമ്പകപുഷ്പസുവാസിതയാമം ചന്ദ്രികയുണരും യാമം പ്രിയതരമായൊരു സ്വപ്നമുറങ്ങി ഇനിയുണരാതെയുറങ്ങി ഇവിടെ ഇവിടെ വെറുതെ ഇരുന്നൻ ഓർമ്മകളെന്നും പാടുന്നു ഓരോ കഥയും പറയുന്നു ചമ്പകപുഷ്പസുവാസിതയാമം ചന്ദ്രികയുണരും യാമം മൃദുപദം നൂപുരനാദമുറങ്ങി വിദുകിരണങ്ങൾ മയങ്ങി ഇതിലേ ഇതിലേ ഒരു നാൾ നീ വിടയോതിയ കഥ ഞാനോർക്കുന്നു ഓർമ്മകൾ കണ്ണീർ വാർക്കുന്നു ചമ്പകപുഷ്പസുവാസിതയാമം ചന്ദ്രികയുണരും യാമം. കഴിഞ്ഞു കേട്ടാ? 7 ടോൺ ഡിജിറ്റൽ സ്റ്റുഡിയോയിലെ അനീസ് സാറാണ് നമുക്ക് വേണ്ടി ഈ പാട്ട് പാടിയത്. വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു. ബേബി ടി സാർ വന്നിട്ടുണ്ട്. ബേബി ടി വർഗീസ്. നമുക്ക് സുനിൽ സാറേ പാടാത്ത ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു. അതാ നോക്കുന്നത്. ബേബി ടി സാർ ഉണ്ട് പാടാത്ത. ബാലമുരളി സാർ പാടിയോ? ബാലമുരളി സാർ പാടിയോ? ബാലമുരളി സാർ ഫസ്റ്റ് പാടി. ഓക്കെ ഓക്കെ ഓക്കെ. ബേബി സാർ അതുപോലെ അൺമ്യൂട്ട് ചെയ്യോ ബേബി സാർ? സൗമ്യ രമേശ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ കാണുന്നുണ്ട്. സൗമ്യ രമേശ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ഹലോ സാർ, എന്റെ പേര് സമേര. എനിക്ക് കുറച്ച് അറിയൂ പാട്ട്. ഞങ്ങളൊക്കെ കുറച്ച് അറിയുന്ന ആൾക്കാരാ. പാടിക്കോ പാടിക്കോ. ഓ തീർച്ചയായും. സമേര രമേശ്. വീഡിയോ ഓൺ ചെയ്തോ? വീഡിയോ ഓൺ ചെയ്തോ? വീഡിയോ ഓൺ ചെയ്യടാ. ചെയ്തു. ശ്രാവണ ചന്ദ്രിക പൂച്ചോടിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു നീലാകാശ താമരയിലയിൽ നക്ഷത്രലിപിയിൽ നീലാകാശ താമരയിലയിൽ നക്ഷത്രലിപിയിൽ പവിഴ കൈനകമുനയാൽ പ്രകൃതി കവിത എഴുതി വച്ചു അതു ഞാൻ വായിച്ചു കണ്ടു കേട്ടു കീഴടങ്ങി എന്നെ കേളി പുഷ്പമാക്കി ശ്രാവണ ചന്ദ്രിക പൂച്ചോടിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു
അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു. ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. താങ്ക് യു സാർ. അടിപൊളിയായിട്ടുണ്ടല്ലോ. എന്നിട്ടാണോ പാടാറില്ല പറഞ്ഞ്? സൂപ്പർ ആയിട്ട് കേട്ടോ, നന്നായിട്ട്. അടുത്ത പരിപാടിക്ക് പങ്കെടുക്കണം. നന്നായി പാടി കേട്ടോ, നന്നായി പാടി. ഇനി ബേബി സാർ പാടാനുണ്ട്, സരുൺ പാടാനുണ്ട്. സൂപ്പറായി. താങ്ക് യു. ബേബി സാർ പാടിക്കോളൂ. ബേബി സാർ പാടുന്നില്ലേ? അൺമ്യൂട്ട് ചെയ്യൂ, അൺമ്യൂട്ട് ചെയ്യൂ. ബേബി സാറിന് അൺമ്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല തോന്നുന്നു. സാറുടെ എന്താ സ്ഥിതി? സരുൺ കുമാർ. ഞാനൊരു നല്ല ആസ്വാദകൻ മാത്രമാണ്. നല്ലതായിട്ട് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് പാടുന്നുണ്ട്. രണ്ടുപേരും പാടുന്നില്ല. ബേബി സാറ് അൺമ്യൂട്ട് ചെയ്യാൻ പറയൂ. ബേബി സാറേ അൺമ്യൂട്ട് ചെയ്ത് പാടിക്കോളൂ. ബേബി സാർ നന്നായി പാടും. ഹലോ. ബേബി സാർ പറയും. അൺമ്യൂട്ട് ആയല്ലോ അല്ലേ? ആയി. ഏതാ സാർ പാടുന്നത്? ഏതാ? ഒരു അഭിഭാഷകന്റെ ഡയറി എന്ന സിനിമയിലെ മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം. പാടിക്കോളൂ. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം, മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം, തൊടിയിലെ തൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റു വീണ തേന്മാമ്പഴം ഒരുമിച്ചു പങ്കിട്ട കാലം, ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം, പലവട്ടം പിന്നെയും മാവു പൂത്തു, പുഴയിലാ പൂക്കൾ വീണൊഴുകിപ്പോയി. പകൽ വർഷരാത്രി തൻമിഴി തുടച്ചു, പിരിയാത്ത നിഴലു നീ എന്നറിഞ്ഞു, പിരിയാത്ത നിഴലു നീ എന്നറിഞ്ഞു. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം, എരിവേനലിൽ ഇളം കാറ്റുപോലെ, കുളിർവേളയിൽ ഇളവെയിലു പോലെ, എല്ലാം മറന്നെനിക്കെന്നുമുറങ്ങാൻ നീ തന്നു മനസ്സിന്റെ തൊട്ടിൽ പോലും, നീ തന്നു മനസ്സിന്റെ തൊട്ടിൽ പോലും. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം, തൊടിയിലെ തൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റു വീണ തേന്മാമ്പഴം ഒരുമിച്ചു പങ്കിട്ട കാലം, ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം. താങ്ക് യു. സാറേ നന്നായി പാടിട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഒരു പാട്ട് കൂടിയല്ലോ. പാടുക ഉമ്മർക്ക ഒന്ന്. ജിയോന്റെ ആസ്വാദകൻ മാത്രം. ഡോക്ടർ സനോ ഡോക്ടർ ഉണ്ടല്ലോ നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ പാടുന്നോ? ഇല്ല സുനി പാടുന്നില്ല ജസ്റ്റ് വീഡിയോ ഓൺ ചെയ്ത് സർ. ഞങ്ങളുടെ നാട്ടിലെ ഡോക്ടർ സനോജാണ്, എന്റെ അയൽവാസി കൂടിയാണ്. നല്ല ഗായകരൊക്കെയാണ്, പക്ഷെ ഇന്നെന്തോ ജലദോഷമൊക്കെയാണ് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു. എല്ലാവരും നന്നായി പാടുന്നുണ്ട്. സൂപ്പർ. ഇത് പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറയുമ്പോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അല്ലേ? തോന്നുന്നു അല്ലേ? ആരെങ്കിലും ഉണ്ടോ? ജിതേന്ദ്രനില്ലേ?
അത് സാറ് ലാസ്റ്റ് പാടിയിട്ട് ഒരു നന്ദിയും പറയും. അത് വിളിക്കാം. വേറെ ആരെങ്കിലും ഉണ്ടോ? എന്തായാലും സോൾലൈറ്റ് മ്യൂസിക്കിന്റെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് പെട്ടെന്ന് തീരുമാനിച്ചാണ് ഈ പ്രോഗ്രാം. അനിൽ സാറ് എന്റെ ഇത് കണ്ടിട്ടേ, നമ്മുടെ സ്റ്റാറ്റസ് കണ്ടിട്ട്, ഓ ഇന്ന് മ്യൂസിക് ഡേ സെലിബ്രേഷൻ ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. നമ്മളൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ഇനിയിപ്പോ സമയമുണ്ടോന്ന്. സമയക്കുറവൊന്നുമില്ല, പെട്ടെന്ന് സെറ്റാക്കാന്ന് പറഞ്ഞു. അങ്ങനെ 2 മിനിറ്റ് കൊണ്ട് പോസ്റ്റർ വന്നു, ലിങ്ക് വന്നു, എല്ലാം ഒക്കെ ആയി. എന്തായാലും നമുക്കിങ്ങനെ ഒത്തുകൂടാൻ പറ്റി. പാട്ടിന്റെ പാലാഴി എന്ന പ്രോഗ്രാം, ഈ ഗാനസംഗമത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സോൾലൈറ്റ് മ്യൂസിക് അക്കാദമിന്റെ ഡയറക്ടർ ജിതേന്ദ്ര സാറ് എത്തിയിട്ടുണ്ട്. സാറ് ഒരു പാട്ടും പാടും, പിന്നെ നന്ദി പറയും. അല്ലേ സാറേ? ക്ഷണിക്കുന്നു സ്നേഹപൂർവ്വം. തീർച്ചയായിട്ടും. ഇപ്പൊ വളരെ പെട്ടെന്നാണ് ഞാനും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഞെട്ടിപ്പോയി. വേറൊരു പ്രോഗ്രാമിലൊക്കെ നിൽക്കേണ്ടിരുന്ന എനിക്കും ആ കറക്റ്റ് സമയത്ത് പങ്കെടുക്കാൻ പറ്റിയില്ല. ലേറ്റ് ആയിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. കേൾക്കുന്നുണ്ടോ പറയുന്നത്? കേൾക്കുന്നുണ്ടോ? ഓ തീർച്ചയായും. അപ്പോ ഇന്ന് വേൾഡ് മ്യൂസിക് ഡേ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാലോ. സംഗീതത്തെ എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്നിങ്ങനെ ഒരു വലിയൊരു ഇപ്പൊ ഇത് പറയുകയാണെങ്കിൽ വളരെ കുറച്ച് സമയം കൊണ്ട് സുനിൽ ബാബു സാർ സെറ്റ് ചെയ്തതാണ്. അതിലെനിക്ക് ഞാൻ 1-2 പേരോട്, ഞാൻ ശരിക്കും ബാലമുരളി സാറിനോടാണ് പറഞ്ഞത്. ബാക്കി ആരോടും പറയാൻ എനിക്ക് സമയം കിട്ടിയില്ല. സാറാണത് പിന്നെ പെട്ടെന്ന് ഓക്കെ, എനിക്കൊരു ആത്മവിശ്വാസം നടക്കും എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, സുനിൽ ബാബു സാറിന് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ ഞാൻ തന്നെയാണ് ഫോർവേഡ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. വേറൊരു കാര്യമുണ്ട്, 7 മണിക്കൂർ ലൈവ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ലൈവിന് കയറിയ കൊണ്ടാണ് അത് നേരത്തെ എൻഗേജ്ഡ് ആയിപ്പോയി. ഏതായാലും ഇന്ന് എത്തിയ എല്ലാവരും വളരെ ഭംഗിയായിട്ട് ഈ ഇന്നത്തെ നമ്മുടെ പാട്ടിന്റെ പാലാഴി എന്നുള്ള ഈ ഒരു പരിപാടി വളരെ ഗംഭീരമാക്കി. അതിന് എല്ലാവരോടും എനിക്ക് വളരെ എൻ്റെ പേരിലല്ല പറയുന്നത്, നമ്മുടെ സോൾലൈറ്റ് ഇന്റർനാഷണലിന്റെ പേരിലും മ്യൂസിക് അക്കാദമിയുടെ പേരിലും എൻ്റെ ഹൃദ്യമായ സ്നേഹം, നന്ദി, കടപ്പാട് അറിയിക്കുകയാണ്. ഇത് ഹോസ്റ്റ് ചെയ്ത സുനിൽബാബു സാറിന് 1000 വട്ടം നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ഇതിനേക്കാൾ ഉപരി നമ്മുടെ ജനറൽ സെക്രട്ടറി അല്ലണ്ണൻ വളരെ ഗംഭീരമായിട്ട് പെട്ടെന്നുള്ള സമയം കൊണ്ട് സെറ്റ് അതാണ് ആ കാര്യപ്രാപ്തി എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ നമ്മളോട് ഇത് ആവശ്യപ്പെടുന്നു. സുനിൽബാബു സാർ കൃത്യമായിട്ട് ചെയ്യുന്നു. വളരെ ഗംഭീരമായി രഞ്ജു മാഡം എല്ലാവരും എത്തി. എല്ലാവർക്കും എൻ്റെയും സോൾ ലൈറ്റിൻ്റെയും പേരിലുള്ള നന്ദി, കടപ്പാട് അറിയിക്കുകയാണ്. ഒരു ഗാനം ഞാൻ പാടാം. അത് ഒരു പല്ലവി അനുപല്ലവി കരോക്കെ ഇട്ടിട്ട്, ഞാനിപ്പോൾ ഒരു ലൈവിൽ നിന്നേച്ചും കയറി വന്നാണ്. ഇതിനകത്ത് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. അത് പാടിക്കൊണ്ട് അവസാനിപ്പിക്കാം. ആമ്പല്ലൂർ അമ്പലത്തിൽ ആറാട്ട് എന്നുള്ള പാട്ടിന്റെ കുറച്ച് ഭാഗം. ഓക്കെ സർ. മ്യൂസിക് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ആമ്പല്ലൂർ അമ്പലത്തിൽ ആറാട്ട്, ആതിരപ്പൊന്നു ഞാൻ ഉണർത്തു പാട്ട്, കനകമണിക്കാപ്പണിഞ്ഞ കന്നി നീലാവേ, നിൻ കടക്കണ്ണില്ലാരെഴുതി കാർനിറക്കൂട്ട്. ആമ്പല്ലൂർ അമ്പലത്തിൽ ആറാട്ട്, ആതിരപ്പൊന്നു ഞാൻ ഉണർത്തു പാട്ട്, കനകമണിക്കാപ്പണിഞ്ഞ കന്നി നീലാവേ, നിൻ കടക്കണ്ണില്ലാരെഴുതി കാർനിറക്കൂട്ട്. ആമ്പല്ലൂർ അമ്പലത്തിൽ ആറാട്ട്. കേൾക്കുന്നുണ്ടോ? ഇന്ന് വേൾഡ് മ്യൂസിക് ഡേ ആണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയമായ നന്ദി, കടപ്പാട് അറിയിക്കുകയാണ്.
സോൾലൈറ്റിന്റെ പേരിലുള്ള നന്ദി കടപ്പാട് അറിയിക്കുന്നു. നാഗഭണക്കാവിനുള്ളിൽ തെളിഞ്ഞു കത്തും കൽവിളക്കിൻ സ്വർണ്ണ നാളം നീയല്ലോ. നാഗഭണക്കാവിനുള്ളിൽ തെളിഞ്ഞു കത്തും കൽവിളക്കിൻ സ്വർണ്ണ നാളം നീയല്ലോ. കളമിട്ടു പാടുമൻ കരളിന്റെ മൺകുടം, കളമിട്ടു പാടുമൻ കരളിന്റെ മൺകുടം, കൺപീലി തുമ്പിനാലൊഴിയും നിൻ കൗതുകം, ആമ്പല്ലൂരമ്പലത്തിൽ ആറാട്ട്. വളരെ സന്തോഷം. ഒരു നല്ലൊരു രാവ് സമ്മാനിച്ച എല്ലാ നമ്മുടെ പ്രിയ സ്നേഹിതന്മാർക്കും പ്രിയ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും വന്നെത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ ജനങ്ങൾക്കും സംഗീതാത്മകമായ ഈ ഒരു രാവ് സമ്മാനിച്ചതിന് സന്തോഷം സന്തോഷം എല്ലാവർക്കും. പാട്ട് വന്നില്ല, ഞാനൊക്കെ പാടിയപ്പോ എന്നെ പിടിച്ചു. എന്റെ പാട്ട് കേൾക്കാൻ ആള് ഫസ്റ്റ് പാട്ടിന് എത്താൻ കഴിഞ്ഞില്ല അല്ലേ? ഓക്കെ, വീണ്ടും കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ നമുക്ക് തൽക്കാലം വിട ചൊല്ലി പിരിയാം. ശുഭരാത്രി, സുഖനിദ്ര. ശുഭരാത്രി.